ഉറക്കമുണർന്ന ഉടൻ തന്നെ കിങ് കോങ് വലിയൊരു മരം പിഴുതെടുക്കുന്നു. അതിനുശേഷം അതിന്റെ ഇലയും വേരും കളഞ്ഞ് അതിന്റെ തടിയൊരു കുന്തം പോലെ ആകാശത്തേക്ക് എറിയുന്നു. നോക്കുമ്പോൾ ആ തടി ആകാശത്ത് പോയി തറച്ചിരിക്കുന്നു. ആക്ച്വലി കോങ്ങിന് തന്നെ മനുഷ്യർ ഒരു സ്ഥലത്ത് അടച്ചിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെയധികം ദേഷ്യത്തിൽ അലറുന്നു. സത്യത്തിൽ കോങ്ങിനെ ഗോഡ്സിലയിൽ നിന്ന് രക്ഷിക്കുന്നതിനായാണ് ഒരു ബയോഡോമിനകത്ത് പാർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് നേരത്തെക്കാൾ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ സയന്റിസ്റ്റുകൾ അതിനെ അതിന്റെ പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചയക്കാമെന്ന് തീരുമാനിക്കുന്നു. അവർ വലിയൊരു വിമാനവാഹിനി കപ്പലിൽ അതിനെ ബന്ധിച്ചു കൊണ്ടുപോകുന്നു. അത് വളരെയധികം ശാന്തനായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് കപ്പലിലുണ്ടായിരുന്നവർക്ക് ഗോഡ്സില്ലയുടെ സിഗ്നൽ കിട്ടുന്നു. നോക്കുമ്പോൾ ഗോഡ്സില്ല വന്ന് തന്റെ വാലുകൊണ്ട് 2 കപ്പലുകളെ അറ്റാക്ക് ചെയ്യുന്നു. അതിനുശേഷം കിങ് കോങ് ഇരിക്കുന്ന കപ്പലിനെ തലകീഴായി മറിക്കുന്നു. ഭാഗ്യത്തിന് കറക്റ്റ് ടൈമിൽ ക്യാപ്റ്റൻ അതിന്റെ ചങ്ങല അഴിക്കുന്നു. ഉടനെ അത് കപ്പലിൽ തിരിച്ചു കയറി വലിയൊരു അലർച്ചയോടെ ഗോഡ്സില്ലയെ വെല്ലുവിളിക്കുന്നു. ദേഷ്യം വന്ന ഗോഡ്സില്ല ന്യൂക്ലിയർ പവർ വെച്ച് കോങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നു. ജസ്റ്റ് മിസ്സിൽ കോങ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കടലിലേക്ക് ചാടുന്നു. ഗോഡ്സില്ല വെള്ളത്തിനടിയിൽ വെച്ച് കോങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നു. വെള്ളത്തിനടിയിൽ ജീവിക്കുന്നതായതുകൊണ്ട് ഗോഡ്സില്ല വളരെയധികം സിമ്പിളായി കോങ്ങിനോട് ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ കോങ് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നു. അതുകൊണ്ട് തന്നെ കോങ്ങിനെ രക്ഷിക്കുന്നതിനായി ക്യാപ്റ്റൻ വെള്ളത്തിനടിയിൽ ബ്ലാസ്റ്റ് നടത്താൻ പറയുന്നു. അങ്ങനെ ഗോഡ്സില്ലയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കോങ് തിരികെ കപ്പലിലെത്തുന്നു. പക്ഷെ ഇനി അവന് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു സയന്റിസ്റ്റ് എല്ലാ കപ്പലുകളുടെയും എഞ്ചിൻ ഓഫ് ചെയ്യാൻ പറയുന്നു. അവർ വിചാരിച്ചതുപോലെ തന്നെ എഞ്ചിൻ ഓഫ് ചെയ്തതും ഗോഡ്സില്ല അവരെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ഇനി അവർ എഞ്ചിൻ ഓൺ ചെയ്താൽ ഗോഡ്സില്ല തിരികെ വരും. അതുകൊണ്ട് കോങ്ങിനെ ആകാശമാർഗം കൊണ്ടുപോകാമെന്ന് അവർ തീരുമാനിക്കുന്നു. അതിനായി ഒത്തിരി എയർക്രാഫ്റ്റുകളുടെ സഹായത്തോടെ വലിയൊരു നെറ്റ് കൊണ്ടുയർത്തി അവർ കോങ്ങിനെ അന്റാർട്ടിക്കയിൽ എത്തിക്കുന്നു. അവിടെയുള്ള ഒരു പോർട്ടലിനകത്ത് കൂടിയാണ് കോങ്ങിന്റെ സ്ഥലത്തെത്തുന്നത്. അവസാനം കോങ് തന്റെ സ്ഥലത്ത് തിരിച്ചെത്തുന്നു. എന്നാൽ ഇക്കാര്യം മനസ്സിലാക്കിയ ഗോഡ്സില്ല സിറ്റിയിലേക്ക് വന്ന് കോങ്ങിന്റെ സ്ഥലത്തേക്ക് മറ്റൊരു പോർട്ടൽ ഉണ്ടാക്കുന്നു. കോങ് അതുവഴി വീണ്ടും പുറത്തേക്ക് വന്ന് അവർ തമ്മിൽ വീണ്ടും വലിയൊരു ഫൈറ്റ് നടക്കുന്നു. അവസാനം ഫൈറ്റിനു ശേഷം ഗോഡ്സില്ല അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷെ അപ്പോഴേക്കും വലിയൊരു റോബോ മോൺസ്റ്റർ വന്ന് സിറ്റിയെ അറ്റാക്ക് ചെയ്യുന്നു. അത് കണ്ടതും ഗോഡ്സില്ല അതിനോട് ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ ഗോഡ്സില്ലയ്ക്ക് അതിനോട് പിടിച്ചു നിൽക്കാനാവുന്നില്ല. അത് കണ്ട കോങ് അവരുടെ ശത്രുത മറന്ന് ഗോഡ്സില്ലയെ സഹായിക്കാനായി വരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ആ റോബോ മോൺസ്റ്ററിനെ ഇല്ലാതാക്കുന്നു. കോങ് തന്റെ ശത്രുവല്ലെന്ന് തിരിച്ചറിഞ്ഞ ഗോഡ്സില്ല തിരികെ കടലിലേക്ക് പോകുന്നു. കോങ് തിരിച്ച് തന്റെ സ്ഥലത്തേക്കും പോകുന്നു.